ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാലേ നമ്മളിതിന് അഡിക്റ്റായി പോകും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വളരെ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ഈ ചിക്കനൊക്കെ സെറ്റായിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഒരു 2 വിസിൽ മതിയാവും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഇത് ഞാൻ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഒരു മസാല ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം മല്ലി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 കഷ്ണം ഗ്രാമ്പും ഒരു ചെറിയ 2-3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കഷ്ണം ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതൊന്നങ്ങ് വറുത്തെടുക്കാം. നമുക്ക് ഒരു നല്ലൊരു മണവും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയും ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മസാലയൊക്കെ പൊടിച്ച് തയ്യാറാക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടോ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാവേ. ഇപ്പോൾ ദാണ്ടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ 2 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി ഒന്നിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിനകത്ത് കാളും കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനകത്തുനിന്ന്. അപ്പോൾ അതാണ് ഇനി നമുക്ക് ആ ചിക്കൻ എല്ലാം അങ്ങോട്ട് മാറ്റാം. ചിക്കനൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്. കളയരുത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ മസാല പൊടിച്ചെടുത്ത അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1.5 സവാള അരിഞ്ഞതാണ് കേട്ടോ. നീളത്തിൽ അരിഞ്ഞതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാളേൻ്റെ ഒക്കെ കളർ ഒന്ന് മാറി വരണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തണം. ആ ഒരു സമയം വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തിയിട്ടുണ്ട് കണ്ടോ. അപ്പം ആകെ ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് കഷ്ടപ്പാടുള്ള പണി ഈ സവാള വഴറ്റുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ദാണ്ടെ ഈ ഒരു കളറിൽ എത്തുമ്പോഴേക്കും ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരു തക്കാളി, അതും ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. അത് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. ആ ഒരു പരുവം വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഇട്ടിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ വഴറ്റണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് സെറ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞു വരുന്ന പാകത്തിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ എത്തേണ്ടത്. അപ്പോൾ ദാണ്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല, അതായത് 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് അതും കൂടെ ചേർത്തിട്ടേ നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല.
അപ്പോൾ ദാണ്ടെ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ വെന്ത വെള്ളം, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു അരക്കപ്പ് പോലും ഇല്ല കേട്ടോ, ഒരു 1/4 കപ്പിൽ ഒരു ഇത്തിരിയും കൂടെ, അത്രേ ഉള്ളേ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അപ്പം ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇത് ചേർക്കുമ്പോഴേ ഇതിൻ്റെ ലെവലേ മാറും കേട്ടോ, വേറൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കയ്യിൽ വീട്ടിലുണ്ടാക്കിയതുണ്ടെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ ഈ ടൊമാറ്റോ കെച്ചപ്പിന്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദാണ്ടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ നേരത്തെ വെന്ത ചിക്കൻ ഉണ്ടല്ലോ, വെന്ത് വന്ന ചിക്കൻ, അത് ഞാനൊന്ന് കൈ വെച്ചൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പിച്ചി പിച്ചി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ മസാല തയ്യാറാക്കുന്ന ഒരു സമയം ഒഴിവാക്കാം കേട്ടോ. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്ത് ഒരു ടിന്നിനകത്താക്കി ഒന്ന് വെച്ചിരുന്നാൽ ഇത് കുറേ നാൾ ഇരുന്നോളും കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ കളറൊക്കെ മാറി വന്നാണ്ട് ഒരു കറുത്ത കളറിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ നല്ലൊരു മണവും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മസാല ചിക്കനോ അല്ലെങ്കിൽ ഒരു ചിക്കൻ റോസ്റ്റ് എന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആവട്ടെ ചോറിൻ്റെ കൂടെ ആവട്ടെ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ദാണ്ടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിക്കന് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റമാണ്. ഇത് ഒരു തുള്ളി പോലും ബാക്കി വെക്കൂല കേട്ടോ. അതുപോലെ ആ ചട്ടി പോലും നമ്മൾ വെറുതെ കളയൂല. അതിൽ വടിച്ച് ചോറ് അതിലും ഇട്ട് ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ.